നമസ്കാരം, എല്ലാവർക്കും ആർ ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ LP-ST റാങ്ക് ലിസ്റ്റിലെ സാധ്യതകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ വയനാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ കുറച്ച് പേര് സംശയങ്ങൾ ചോദിച്ചു, അതിനുള്ള മറുപടികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പരമാവധി സമയത്തിനനുസരിച്ചും ഡാറ്റ കയ്യിലുള്ള സമയത്ത് ഞാൻ മറുപടികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വയനാട്ടിൽ കുറച്ച് പേര് വിളിച്ച് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ STയുടെ റൊട്ടേഷൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. STയുടെ റൊട്ടേഷൻ പറയാത്തതല്ല, മനഃപൂർവ്വം ഒഴിവാക്കിയതുമല്ല. STയുടെ റൊട്ടേഷൻ അതിൽ വരുന്നില്ല. അതിൽ NCA വരുന്നുണ്ട്. 11 എണ്ണം NCA SCക്ക് കൊടുക്കാൻ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്രയും കുറഞ്ഞ നിയമനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഇത്രയും റൊട്ടേഷൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ STയുടെ ടേണിലേക്ക് എത്തുന്നില്ല. കഴിഞ്ഞ ലിസ്റ്റിലും അത് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് ഒന്നുകൂടി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ലിസ്റ്റിലും STയുടെ ടേണിലേക്ക് എത്തിയിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അന്ന് പലരും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പഠിച്ച് മെറിറ്റ് സീറ്റിൽ ജനറൽ എത്തിക്കഴിഞ്ഞ് മെയിൻ ലിസ്റ്റിൽ എത്തി നല്ല മാർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് ജില്ലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം NCA എത്രത്തോളം വരുന്നുണ്ട്. വയനാട്ടിൽ STയുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, വിദൂരമാണ്. പിന്നെ അതുപോലെ മറ്റ് ജില്ലകളിലുണ്ട്, ഇങ്ങനെയുള്ള സാധ്യതയുള്ള ജില്ലകളുണ്ട്. അതായത് മലപ്പുറത്ത് ഈ ലിസ്റ്റിൽ നിന്ന് SC കാറ്റഗറിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ടേൺ NCA എത്ര എണ്ണം കൊടുക്കാനുണ്ട്, 85 ടേൺ കൊടുക്കാനുണ്ട്. ST കാറ്റഗറി അത്ര എണ്ണം ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇത് തുടരും. അടുത്ത ലിസ്റ്റിലേക്ക് ഒരു 10-20 എണ്ണം മിനിമം NCA വരും. അപ്പോൾ SC എന്നോട് ചോദിച്ചല്ലോ, വയനാട്ടിലുള്ള എൻ്റെ സുഹൃത്ത് വഴി ST കാറ്റഗറിയിൽ ഒരാൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അവൻ ഭാഗ്യവശാൽ അവിടെ അപ്ലൈ ചെയ്തില്ല, മറ്റൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ലിസ്റ്റിലുണ്ട്, കിട്ടാനും ചാൻസ് ഉണ്ട്, ആദ്യം തന്നെ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനും ചെയ്യാനും. അതുപോലെ മലപ്പുറത്ത് ഞാൻ പറഞ്ഞ SCയുടെ കാര്യം. അതുപോലെ കോട്ടയത്തുണ്ട് SCCCക്ക് സാധ്യത കുറവാണ്. അത് നമ്മൾ NCA അത് മനസ്സിലാക്കണം. വർഷങ്ങളായിട്ടുള്ള NCA ഉള്ളതുകൊണ്ട് അത് തീർത്തിട്ടേ മറ്റൊരു ഇതിലേക്ക് പോകുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അന്ന് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചോദിച്ചവരോട് ഇത് അന്വേഷിച്ചിട്ട് വേണം. ഈ സംവരണത്തിന് ആനുകൂല്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ കിട്ടൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. മറ്റ് അപ്ഡേറ്റുകൾ കാര്യമായിട്ടൊന്നുമില്ല. കാസർഗോഡ് കൂടി അഡ്വൈസ് വന്നിട്ടുണ്ട്. കാസർഗോഡ് തന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ നിന്നാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. കാസർഗോഡ് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ NCAയുടെ ഇഷ്യൂ ഉണ്ട്. കുറച്ച് അതും അധികം ബാധിക്കുന്നില്ല. OBC കാറ്റഗറിക്കാണ് വരുന്നത്. OBCക്ക് ടേൺ വളരെ കുറവാണല്ലോ. കോട്ടയത്ത് അതുപോലെ SCCC ഞാൻ പറഞ്ഞത് അതും ടേൺ കുറവാണ്. SCCക്ക് ഒരു പെർസെൻറ്റേജ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അതിങ്ങനെ തുടർന്നു പോകും. പക്ഷേ അതിന് അഫക്റ്റ് ചെയ്യുന്നത് ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾക്ക് ഒരുപാട് പേര് ആവശ്യപ്പെട്ട മറ്റൊരു ജില്ലയാണ് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമാണ്. ഞാൻ അധികകാലം വെയിറ്റ് ചെയ്യാതെ കുറച്ച് സമയം എടുത്തുകൊണ്ട് പെട്ടെന്ന് പറയാം. കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ലിസ്റ്റിൻ്റെ എണ്ണം നോക്കിയാൽ മെയിൻ ലിസ്റ്റിലെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മുൻ ലിസ്റ്റിൽ 473 ആയിരുന്നു. ഇതിൽ നമ്മൾ 402 പേരുണ്ട്. അത്ര ഒരു 71 പേരുടെ കുറവുണ്ട്. അത്രമാത്രമേ ഈ കോട്ടയത്തിൻ്റെ ലിസ്റ്റിൽ വ്യത്യാസം വരുന്നുള്ളൂ. വലിയ അതേ ലിസ്റ്റ് തന്നെ, അതേ സ്ഥിതി തന്നെ തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലിസ്റ്റിലെ ഓരോ കാറ്റഗറി വൈസ് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ജനറൽ 57 പേര്, EWS 26 പേര്, മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 18 പേര്, ഈഴവ 40 പേരുണ്ട്. അത് കുറച്ച് വലിയ നമ്പറാണ്. 46 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. മുസ്ലിം 35 പേരുണ്ട്, 40 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. OBC അതുപോലെ 13 പേരുണ്ട്. OBC കാറ്റഗറി വൈസ് പെർസെൻറ്റേജ് വെച്ച് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതലാണ്. 9 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. വിശ്വകർമ്മ 12 പേര്, അതും കൂടുതലാണ്. 12 പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ലിസ്റ്റിലാകെ 203 പേരേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 12 പേര് എന്ന് പറയുമ്പോൾ നല്ല വിശ്വകർമ്മയുടെ സംവരണം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിയ നമ്പറാണ്. 10 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. LC 9 പേര്, മെയിൻ ലിസ്റ്റിൽ 13 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. SC 4 പേര്, മെയിൻ ലിസ്റ്റിൽ 27 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. ST മെയിൻ ലിസ്റ്റിൽ ആരുമില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 9 പേര്. SCCC 3 പേര്, മെയിൻ ലിസ്റ്റിൽ 4 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. SCCCയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. SIC നാടാർ 2 പേര്, മെയിൻ ലിസ്റ്റിൽ 5 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. ഹിന്ദു നാടാർ 2 പേര്, മെയിൻ ലിസ്റ്റിൽ 4 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേര്. DA ഡിഫറെൻ്റ് ഏബിൾ കാറ്റഗറിയിൽ LD or CP സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 ആൾ, LV സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേര്, മൾട്ടിപ്പിൾ MD കാറ്റഗറിയിൽ ഒരാൾ. അങ്ങനെ 203 പേര് മെയിൻ ലിസ്റ്റിലും 199 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. ടോട്ടൽ 402 പേരാണ് കോട്ടയം ജില്ലയിലെ. ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. ഇത് ഏതാണ്ട് നമ്മൾ എണ്ണവും പെർസെൻറ്റേജ് വൈസ് എണ്ണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല.
എണ്ണം എടുത്തതിൽ വലിയ മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ടോട്ടൽ അഡ്വൈസ് നമുക്കറിയാം, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് 205 പേര് അഡ്വൈസ് ആയിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ 305 ഒരു 100 മാറ്റം വന്നിട്ടുണ്ട്. ഗ്രാജുവലി കുറഞ്ഞതാണ്, 200 എത്തിയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ കഴിഞ്ഞ ലിസ്റ്റിൽ 158 വരെയായിരുന്നു. അതിന് മുമ്പ് 246 വരെ ഓപ്പൺ കോമ്പറ്റീഷൻ പോയിരുന്നു. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ 158, ഈഴവ 216, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, മുസ്ലിം 189, LC or Anglo Indian 251, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, വിശ്വകർമ്മ 164, SIC നാടാർ 201, ഹിന്ദു നാടാർ എല്ലാവരെയും, SCCC 135, ധീവര 185, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ LV എല്ലാവരെയും, LDCP എല്ലാവരെയും. ഇങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് നടന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അവസാനത്തെ അഡ്വൈസ് വന്നിരിക്കുന്നത് ഈ ജൂൺ 5-നാണ്. 3 വേക്കൻസി ഫില്ല് ചെയ്തു. അതായത് പറയുന്നത് 30/5 മെയ് 30 വരെയുള്ള വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 7 DA വേക്കൻസി, ഡിഫറൻ്റ് ഏബിൾ കാറ്റഗറിയിൽ 7 വേക്കൻസി അൺഫിൽഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന ഫസ്റ്റ് അഡ്വൈസിന് ആദ്യം ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിലുള്ളവരായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള ഇതിലേക്ക് പോവുക. NJD ആദ്യം എടുക്കും, പിന്നെ അങ്ങനെ തുടർന്ന് പോകും. ഇതിൽ നമ്മൾ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ നിയമന നില നോക്കിക്കഴിഞ്ഞാൽ ആദ്യ വർഷം 7/7/22 ജൂലൈ 7-ന് തന്നെ അപ്പോയിൻമെൻറ്റ് വന്നിരുന്നു. ഇപ്പോൾ ജൂലൈ വരേണ്ട സമയം കഴിഞ്ഞ് 37 വേക്കൻസി അന്ന് ഫില്ല് ചെയ്തു. പിന്നെ കോട്ടയത്തിൻ്റെ പ്രത്യേകത എല്ലാ മാസവും അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുള്ളതാണ്. അത് നല്ലൊരു സൂചനയാണ്. കാരണം എല്ലാ മാസവും ഓരോ അഡ്വൈസെങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതായത് വരുന്ന ഒഴിവിനനുസരിച്ച് അപ്പോൾ അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് കോട്ടയത്തിൻ്റെ പ്രത്യേകത. അത് തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉദ്യോഗാർത്ഥികൾ എങ്ങനെയായാലും ഗുണമാണ്. കാരണം 1, 2, 3 മാസം വെയിറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് അപ്പോയിൻമെൻറ്റ് നടക്കുന്നതിനേക്കാൾ വരുന്ന അപ്പോൾ നിയമനം നടന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഡേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 29/7 അതേ മാസം തന്നെ 29/7/22 6 ഒഴിവ്, ഓഗസ്റ്റിൽ 5-ന് 12 ഒഴിവ്, പിന്നെ ഒക്ടോബർ 15-ന് 9, നവംബർ 22 ഒരൊഴിവ്, ഡിസംബർ 3-ന് 3, അതായത് തന്നെ ഡിസംബർ മാസം 24-ന് 2, പിന്നെ മാർച്ച് 16-ന് 3, ഏപ്രിൽ 5, മെയ് 26-ന് 1, അങ്ങനെ 79 അപ്പോയിൻമെൻറ്റ് ആദ്യ വർഷവും. രണ്ടാമത്തെ വർഷം 61. ജൂണിൽ ഒരു 7, ജൂലൈയിൽ 8, ഓഗസ്റ്റിൽ 5, പിന്നെ ഒക്ടോബറിൽ 18, ഡിസംബർ 12-ന് ഒരു 7, പിന്നെ ജനുവരിയിൽ 3, ഫെബ്രുവരിയിൽ 4, മാർച്ചിൽ 2, ഏപ്രിൽ 6, മെയ്യിൽ 1. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മാസവും ഏതാണ്ട് കാറ്റഗറി ഒഴിവ് വരുന്നതനുസരിച്ച് തന്നെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ വർഷം 63. അതിൽ ജൂൺ 14-ന് ഒരു 6, ഓഗസ്റ്റ് 30-ന് ഒരു 15, നവംബർ 18-ന് 9, പിന്നെ ജനുവരി 9-ന് 5, മാർച്ച് 13-ന് 1, ഏപ്രിൽ 4-ന് 8, അങ്ങനെ ഏപ്രിൽ 30-ന് തന്നെ അടുത്ത 1, മെയ് 17-ന് 15, അവസാനത്തെ നമ്മൾ ജൂൺ 5-ന് നേരത്തെ പറഞ്ഞ 3 ഒഴിവ്. അങ്ങനെ ടോട്ടൽ 63. അങ്ങനെ ടോട്ടൽ 205 അഡ്വൈസാണ് കോട്ടയം ജില്ലയിൽ നടന്നിരിക്കുന്നത്. 205 അഡ്വൈസ് നടന്നിരിക്കുന്നു. ഓരോ വർഷവും ഗ്രാജുവലി വലിയ വ്യത്യാസമൊന്നുമില്ലാതെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. NCET ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കോട്ടയത്ത് NCET 42 ടേൺ ഉണ്ട്. 42 ടേണിൽ SCCCയുടെയാണ് മെയിനായിട്ട് കൊടുക്കാനുള്ളത്, 40 എണ്ണം. SCCC ടേൺ 40 എണ്ണം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റ് എല്ലാ കാറ്റഗറിക്കും ഒരു ഇതൊക്കെ കിട്ടാനുണ്ട്. ഫസ്റ്റ് കിട്ടാനുള്ളത് SCക്കും പിന്നെ 1 മുസ്ലിമിനും. 2 എണ്ണേ ചിലപ്പോൾ ഇതിൽ ക്ലിയർ ചെയ്ത് പോകാൻ ചാൻസ് ഉള്ളൂ. ഇത് തുടർന്നുകൊണ്ടേ പോകാനാണ് ചാൻസ്. കാരണം SCCCക്ക് 1% ഉള്ളൂ സംവരണം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ SCCCയുടെ കാറ്റഗറിക്ക് മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റുള്ളവർക്ക് ഒരു SCക്കും മുസ്ലിമിനും കിട്ടും. അതുപോലെ SCയിൽ നിന്ന് STക്ക് 2 എണ്ണം കൊടുക്കാനുമുണ്ട്. അതുകൊണ്ട് SCയുടെ ആദ്യത്തെ ഇതുകൾ STക്ക് ആയിരിക്കും. അങ്ങനെ 2 എണ്ണം അത് കൊടുക്കാനുണ്ട്. SCയുടെ 2 എണ്ണം STക്കും കൊടുക്കാനുണ്ട്. അപ്പോൾ SCക്ക് 1 കിട്ടാനുണ്ട്, 2 എണ്ണം STക്ക് കൊടുക്കാനുണ്ട്. അതിൻ്റെ വലിയ മാറ്റമൊന്നുമില്ല. STക്ക് ഒരു പോസ്റ്റ് അധികം, ഒരു റൊട്ടേഷൻ അധികം കിട്ടുന്നു മാത്രം. ഇത്രയേ ഉള്ളൂ ബേസിക്കലി ഉള്ള ഇത്. NCET 42 എണ്ണം ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SCCCയുടെയാണ് ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യനാണ് കൊടുക്കാനുള്ളത്. ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ റൊട്ടേഷൻ വരുന്നത് 1% വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ടേൺ വരുമ്പോൾ അതാത് കാറ്റഗറിക്ക് കൊടുക്കും. അത് 200 നിയമനം വരികയാണെങ്കിൽ 2 എണ്ണമൊക്കെ വരുള്ളൂ. അതിൽ കൂടുതൽ എന്തായാലും മാറ്റം വരുന്നില്ല. അതിൽ ശ്രദ്ധിക്കേണ്ടത് കോട്ടയത്തുള്ള SCCC കാറ്റഗറി കൊടുക്കുന്നവരാണ്, അപേക്ഷ കൊടുക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇനിയുള്ള വർഷങ്ങളിലും കിട്ടാനുള്ള സാധ്യതയില്ല. ഇനിയുള്ള അടുത്ത ലിസ്റ്റൊന്നും ഇതുപോലെ തന്നെ ആയിരിക്കും തുടരുക. ഇതിൻ്റെ തുടർച്ചയാണല്ലോ ലിസ്റ്റുകൾ വരുന്നത്. അതുകൊണ്ട് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്നോട് സംസാരിച്ചവരോടൊക്കെ ഞാനൊന്ന് വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ലെങ്കിലും എന്നോട് വ്യക്തിപരം ഇങ്ങനെ അറിയുന്നവരോട് അത്യാവശ്യം ഇതിനെക്കുറിച്ച് ധാരണയുള്ളവരോട് ചോദിക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ NCA ഒക്കെ അറിയാലോ, ഒരു ലിസ്റ്റ് കഴിയുമ്പോൾ അത്രത്തോളം എത്ര വന്നിട്ട് അടുത്തതിൽ എത്ര വരും എന്നുള്ള ഏതാണ്ട് അറിയാൻ കഴിയും. അറിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾ നല്ല മാർക്കോട് കൂടി പഠിച്ചു വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ 2-3 വർഷം പഠിച്ചു വരികയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറിച്ച് നമുക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടണം, എങ്ങനെയും ജോലി കയറുക എന്നുള്ളതാണല്ലോ.
വയനാട്ടിലുള്ള ഒരാൾ എസ് ടിയിലുള്ള ആൾ മലപ്പുറത്ത് കൊടുത്താൽ മതി. കാരണം മലപ്പുറത്ത് എസ് ടിക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. കിട്ടുന്ന ഈ ലിസ്റ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് എസ് സിയുടെ കാറ്റഗറിയോടുകൂടി അവർക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ജോലി കയറി പോകാമായിരുന്നു. അവിടെയാണ് ഈ ലിസ്റ്റ് കയറി പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു 5 വർഷം തൊട്ടടുത്ത ജില്ലയിൽ പോയി ജോലി ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കാം. നമ്മൾ കോട്ടയത്തിൻ്റെ ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് ഏതാണ്ട് ഇതേ നിയമന നില തന്നെ തുടരും എന്നാണ് പലരും സംസാരിക്കുന്നത്. കോട്ടയത്ത് അത്ര തുടരില്ല എന്ന് പറയുന്നവരും കുറച്ച് കൂടുതലുണ്ട്, കുറച്ച് കുറവ്. കാരണം നിങ്ങളും കൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മളെ കുട്ടികളെയൊക്കെ പ്രൈവറ്റ് സ്കൂളിലും ഒക്കെ കൊണ്ടുപോയി ചേർത്ത് പഠിപ്പിക്കുമ്പോൾ അതെന്തോ വലിയ നേട്ടമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് ഡിവിഷൻ ഫോളിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ കോട്ടയത്തുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. കൂടുതൽ കുട്ടികളെ CBSE പഠിക്കണം, എൻ്റെ കുട്ടികൾ നല്ലോണം ഈ CBSE ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കൊണ്ടുപോയി ചേർക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത്രയും കുറവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും റിട്ടയർമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചുമ്പോൾ ഇത് മേക്കപ്പ് ചെയ്ത് പോവും എന്ന് ഏതാണ്ട് ആ ലെവലിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. പരമാവധി കുട്ടികളെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിയമനം കൂടുതലുണ്ടാകും, വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയും. ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. നിങ്ങളെങ്കിലും നിങ്ങളായിട്ട് ബന്ധപ്പെടുന്നവരെ ഇത്തരം സ്കൂളുകളിൽ ചേർത്ത് നിങ്ങൾ തന്നെ ജോലിയിൽ കയറാനുള്ളതാണ് കാര്യം മനസ്സിലാക്കുക. ഇത് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. ഈ ഒരു കോട്ടയത്ത് അങ്ങനെയുള്ള സംസാരം എനിക്ക് കൂടുതലായിട്ട് കിട്ടി, അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. കോട്ടയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ 205 അഡ്വൈസ് പോയെങ്കിലും അതിൽ കുറച്ച് താഴെ 200 അഡ്വൈസ് ഇത്തവണ എന്തായാലും മിനിമം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അതിൽ കൂടുതൽ വലിയൊരു വർധനവ് ഞാൻ അന്വേഷിച്ച സ്ഥലത്തും അതിനോട് സംസാരിച്ച സ്ഥലത്തും വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷ എനിക്ക് തന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുന്നിലുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 200 അഡ്വൈസാണ് ഞാൻ ഏറ്റവും ലിസ്റ്റ് സാധ്യതയാണ് ഞാൻ കണക്കാക്കുന്നത്. 200 അഡ്വൈസ് വരികയാണെങ്കിൽ കൂടട്ടെ, നമ്മൾ റിട്ടയർമെൻറ്റ് പ്രൊമോഷൻ കൂടട്ടെ, 200, 250, 300 എത്തട്ടെ. 305 മുന്നേ വന്നതാണ്, അതുകൊണ്ട് വന്നുകൂടായൊന്നുമില്ല, എത്തട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. റിട്ടയർമെൻറ്റ് കുറേ വന്നു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിൻ്റെ എണ്ണം കറക്റ്റ് സമയം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻസ് വന്നു കഴിഞ്ഞാൽ പ്രൊമോഷൻസൊക്കെ നടക്കുന്ന സമയമാണ്. കൂടുതൽ സ്കൂളിലും HM പോസ്റ്റിലേക്കൊക്കെ പ്രൊമോഷൻസ് നല്ല രീതിയിൽ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സാധ്യതകളില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ ലീസ്റ്റ് സാധ്യത കണക്കാക്കി 200 അഡ്വൈസ് നടന്നു കഴിഞ്ഞാൽ എത്ര നിയമനം ലഭിക്കും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 168 റാങ്ക് വരെ വരാം. ഓപ്പൺ കോമ്പറ്റീഷൻ 168 റാങ്ക് വരെ വരാം. EWS 182, ഈഴവ 177. ഈഴവ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല എണ്ണമുണ്ട് ലിസ്റ്റിൽ, അതുകൊണ്ട് 177 വരുന്നുള്ളൂ, വലിയ ബെനിഫിറ്റ് വരുന്നില്ല. SC സപ്ലിമെൻ്റ് ലിസ്റ്റ് 11 വരെ, ST സപ്ലിമെൻ്റ് ലിസ്റ്റ് 5 വരെ, മുസ്ലിം 180, LC ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്റ് ലിസ്റ്റ് 1, OBC ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷനാണ് വരുന്നത് 164 റാങ്ക് വരെ. വിശ്വകർമ്മയിൽ ആദ്യത്തെ 2 റാങ്ക് വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 163 റാങ്ക് അല്ലെങ്കിൽ 174 റാങ്ക് വരെ ഇതിൽ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. 163 റാങ്ക് അല്ലെങ്കിൽ 174 റാങ്ക്, ആദ്യത്തെ 2 റാങ്കുകാർ ഓപ്പൺ കോമ്പറ്റീഷനിൽ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അവർ ഇതിലായിരിക്കില്ല, സംവരണത്തിലായിരിക്കില്ല കയറുന്നതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ റൊട്ടേഷൻ ഏതാണ്ട് തയ്യാറാക്കിയപ്പോൾ SAC നാടാർ സപ്ലിമെൻ്റ് ലിസ്റ്റ് 1 വരെ, അതിൽ റാങ്ക് 23 OCയിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. റാങ്ക് 23 ഓപ്പൺ കോമ്പറ്റീഷനിലായിരിക്കും കയറുന്നത്. അതുകൊണ്ട് അത് സപ്ലിമെൻ്റ്, അതും സമ്മേളനത്തിലാണ് വരാൻ ചാൻസ് ഇല്ല. നമ്മൾ റൊട്ടേഷൻ തയ്യാറ് നോക്കുമ്പോൾ അങ്ങനെ വരുന്നില്ല. അങ്ങനെയാണ് സപ്ലിമെൻ്റ് ലിസ്റ്റ് 1 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹിന്ദു നാടാർ സപ്ലിമെൻ്റ് ലിസ്റ്റ് 2 വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതിൽ റാങ്ക് 2ഉം 37ഉം ഒക്കെ ഓപ്പൺ കോമ്പറ്റീഷനിലായിരിക്കും അഡ്വൈസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്റ് ലിസ്റ്റ് 2 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. SCCC വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷനാണ്. അതിന് പറയാനുള്ള കാരണം ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. അതിൽ 120, 142 വരെ ഓപ്പൺ കോമ്പറ്റീഷൻ, ഈ റാങ്കിലുള്ളവർ ഓപ്പൺ കോമ്പറ്റീഷനിൽ തന്നെ ഇത്രയും അഡ്വൈസ് വരികയാണെങ്കിൽ കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. 200 കൂടുതൽ വരികയാണെങ്കിൽ 186ഉം കൂടി ചിലപ്പോൾ കയറും. സപ്ലിയിലുള്ളവർക്ക് അധികം SCCCയുടെ കാര്യത്തിൽ വലിയൊരു നല്ല നിയമനം നടക്കുകയാണെങ്കിൽ കയറും, അല്ലാതെ വലിയ പ്രതീക്ഷ ഇല്ല. ഇത്രയാണ് കോട്ടയത്തിൻ്റെ കേസ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇങ്ങനെയുള്ള ലിസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് അപ്ഡേറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി മറ്റൊരു ജില്ല, ഇനി ഇടുക്കി ഡിസ്ട്രിക്റ്റാണ് തോന്നുന്നു, ബാക്കിയുണ്ട്. എറണാകുളത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, തിരുവനന്തപുരം ഉണ്ട്, മലപ്പുറത്ത് ചോദിച്ചവരുണ്ട്. ഇവരുടെയൊക്കെ ഡൗട്ടുകൾ ഓരോന്നും മറ്റ് അടുത്ത സമയം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.